ലോക്സഭയിൽ എംപിമാരുടെ സത്യപ്രതിജ്ഞ ഇന്നും തുടരും. എൻ.ഡി.എ സ്പീക്കർ സ്ഥാനാർത്ഥി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സമമായി ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യവും സ്ഥാനാർത്ഥിയെ നിർത്തും എന്നറിയുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം നെടുങ്ങാടി, വിശദാംശങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഇതിലെ ആദ്യ അജണ്ട. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ശശി തരൂർ ഒഴികെയുള്ള എല്ലാവരും തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ എംപിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് പുരോഗമിക്കും. ഒപ്പം തന്നെ സ്പീക്കർ സ്ഥാനാർത്ഥി ആര് ഈ ലോക്സഭയിലെ എന്നുള്ള കാര്യവും ഇന്ന് വ്യക്തമാകും. എൻ.ഡി.എയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് രഹസ്യാത്മക ഇതുവരെയും സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ചർച്ചകൾ സജീവമായി അവസാന ഘട്ടത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും 3 പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. നേരത്തെ മുൻ സ്പീക്കറായ ഓം ബിർള, രാധാമോഹൻ സിംഗ്, കൂടാതെ ആന്ധ്രാപ്രദേശ് BJP അധ്യക്ഷ ഡി പുരന്ദരേശ്വരി എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും TDP അടക്കമുള്ള പാർട്ടികളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും അന്തിമമായ തീരുമാനം. ആ ചർച്ചകൾ ഇന്നലെ രാത്രി നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ സാധാരണ നിലയിൽ ഒരു കീഴ്വഴക്കമനുസരിച്ച് സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ പ്രതിപക്ഷവുമായി സമവായത്തിലെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് മുൻകാലങ്ങളിൽ. ഇതുവരെയും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നാണ് പ്രതിപക്ഷം അറിയിക്കുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് എന്നുള്ളതാണ് കീഴ്വഴക്കം. ഇത് കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇത്തവണ അത് ലഭിച്ചില്ല എങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞ ശേഷമായിരിക്കും ഇന്ത്യ സഖ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും ഉടനടി നീക്കങ്ങളും ഉണ്ടാകുക. അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കളും അറിയിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ആക്രമണോത്സുകത നിറഞ്ഞ ഒരു പ്രതിപക്ഷത്തെയാണ് ലോക്സഭയിൽ ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ കണ്ടത്. അതിനി ഓരോ ചുവടിലും അത്തരത്തിലുള്ള നീക്കം സർക്കാരിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം വ്യക്തമാക്കുന്നതും. ഒപ്പം തന്നെ ഈ സ്പീക്കറുടെ കാര്യത്തിൽ തീരുമാനമായ ശേഷമായിരിക്കും പിന്നീട് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന്റെയും ഒപ്പം തന്നെ NDA മുന്നണിയുടെയും തമ്മിലുള്ള ഒരു മത്സരത്തിന് വേദിയാകുമോ എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. എസ്.കെ.